Good morning. Welcome to Zodiac Academy. Zodiac എക്സാം സീരീസിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഡിസ്കഷൻ വീക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ 46th ക്വസ്റ്റ്യൻ, വെബേഴ്സ് വ്യൂ ഓഫ് പവർ ഈസ് നോൺ ആസ് ഡാഷ് കൺസെപ്റ്റ് ഓഫ് പവർ. മാക്സ് വെബറിൻ്റെതാണ്. വെബേഴ്സ് വ്യൂ ഓഫ് പവർ ഈസ് നോൺ ആസ് ഡാഷ് കൺസെപ്റ്റ് ഓഫ് പവർ. A. Idealistic, B. Idiosyncratic, C. Constant sum, and D is rationalistic. അപ്പോൾ വെബറിൻ്റെ പവറിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റന്റ് സം കൺസെപ്റ്റ് ആണ്. ഇതിൽ പവർ ഇംപ്ലൈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ടു ഇൻഫ്ലുവൻസ് ഓർ ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് അതർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് there is fixed amount of power and therefore it holds powers others do not. This view is sometimes known as constant sum concept of power. നമുക്കറിയാം പവർ എന്ന് പറയപ്പെടുന്നത് അതൊരു വ്യക്തിയുടെ എബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ എബിലിറ്റിയാണ്. എങ്ങനെ ഒരു വ്യക്തിയുടെ മേലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മേലോ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനുള്ള ഒരു എന്താണ് എബിലിറ്റിയെ, ഒരു കഴിവിനെയാണ് നമ്മൾ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പവർ തന്നെ ഫിക്സ്ഡ് എമൗണ്ട്. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ചിലർക്ക് എന്താണ് കുറേ പവേഴ്സ് കൂടുതലുണ്ടായിരിക്കാം, മറ്റു ചിലർക്ക് ആ മറ്റൊരു വ്യക്തിയെ എന്ത് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഇല്ലായിരിക്കാം. അപ്പോൾ ഇതിനെയാണ്, ഈ വ്യൂവിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് സം കൺസെപ്റ്റ് ഓഫ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കാർൽ മാർക്സ്, വാല്യൂ of a community is created by A. capital investment, B. machines installed capacity, C. labor put in, and D. socially useful labor put in. അപ്പോൾ കാർൽ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വാല്യൂ ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം കൂടുതലും തൊഴിലാളികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ തിയറീസ് ആണ് കാർൽ മാർക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും ലേബറും മെഷീൻസും ഒക്കെ ആവശ്യമാണ്. എന്നിരുന്നാലും നമുക്കിവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വരുന്നത് സോഷ്യലി യൂസ്ഫുൾ ലേബർ പുട്ട് ഇൻ. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. ഓഫ് ദ ഫോളോയിങ്, ഹൂ വാസ് ദ സ്റ്റാങ്ചസ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ കോസ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്? ഓപ്ഷൻ എ റാഫി അഹമ്മദ് കിദ്വായ്, ഗോവിന്ദ് വല്ലഭ് പന്ത്, മഹാത്മാഗാന്ധി, ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പൊ ഇതില് സ്റ്റാങ്ചസ്റ്റ് ചാമ്പ്യൻ എന്നത് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. കാരണം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് മഹാത്മാഗാന്ധിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. During freedom struggle, our national leaders made it clear that after independence they will, option A, not touch caste system, B, radically change caste hierarchy, C, abolish caste system, and D, strengthen caste system. നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശാപമായി നിന്നതാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് നമ്മുടെ നാഷണൽ ലീഡേഴ്സ് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അവർ കാസ്റ്റ് സിസ്റ്റം തന്നെ അബോളിഷ് ചെയ്യും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ കാര്യം. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Who has analyzed status and role in terms of role set, status set and role conflict? ആരാണ് സ്റ്റാറ്റസിനെയും റോളിനെയും, റോൾ സെറ്റ്, സ്റ്റാറ്റസ് സെറ്റ്, റോൾ കോൺഫ്ലിക്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ് അത് അനലൈസ് ചെയ്തത് എന്നുള്ളതാണ് ആൻസർ. ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ലിൻഡൻ ഉണ്ട്, പാർസൺസ് ഉണ്ട്, നാദൽ ഉണ്ട്, മേർട്ടൺ ഉണ്ട്. അപ്പം മേർട്ടൺ ആണ് ഇതിന്റെ ആൻസർ. സ്റ്റാറ്റസ് ആൻഡ് റോളിനെ റോൾ സെറ്റ്, സ്റ്റാറ്റസ് സെറ്റ്, റോൾ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മെർട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് മാൻ ടു ഡിഫൈൻ psychology
നമ്മുടെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ആരാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്നത് ആ ഒരു ടേം ഡിഫൈൻ ചെയ്തത്? ഓപ്ഷൻ വില്യം ജെയിംസ്, വില്യം വൂണ്ട്, വില്യം മക്ഡഫാൾ, നൺ ഓഫ് ദ എബവ്. സൈക്കോളജി എന്ന ടേം ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് വില്യം വൂണ്ടാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. സോ ഹൂ വാസ് ദ ഫസ്റ്റ് മാൻ ടു ഡിഫൈൻ സൈക്കോളജി? വില്യം വൂണ്ട്. ഇനി റിസർച്ചുമായിട്ട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡ്? Experiment can be repeated and result can be generalized by the same procedure. Experiment can be repeated and result can be generalized by the same procedure. ഒരേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് നമുക്ക് ഒരേപോലെ തന്നെ കിട്ടുന്നു. രണ്ടാമത് ബി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ഈസ് വെരി സിസ്റ്റമാറ്റിക് മെത്തേഡ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിലാണ്, വളരെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. സി എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ഈസ് ഫ്രീ ഫ്രം ദ ബയാസ് ആൻഡ് പ്രജുഡീസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് ദ എക്സ്പെരിമെന്റർ. അപ്പോൾ ഈ എക്സ്പെരിമെന്റൽ ടെക്നിക്സ് എന്തില്ല, പ്രജുഡിസസ് ഒന്നുമില്ല, മുൻവിധികളൊന്നുമില്ല. അതായത് അതങ്ങനെ ആകാം, ഇതിങ്ങനെ ആകാം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നേരത്തെ കൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്സും ഡിസ്ലൈക്സ്, എനിക്കത് ഇഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ലാത്തതാണ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് എക്സ്പെരിമെന്റൽ ടെക്നിക്സ്. ഇപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ പറയുന്ന എയും ബിയും സിയും ഇതെല്ലാം എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. Validity is concerned with generalizability means, validity is concerned with generalizability means when a test is a valid one, its conclusion can be generalized in relation to the general population. Option B, generalization is the core concept of validity. Option C എന്ന് പറയുന്നത് validity is related to general people. D, validity is the other name for generalizability. അപ്പൊ എന്താണ് ജനറലൈസബിലിറ്റി എന്ന് നോക്കാം. It is measured of how useful the result of a study are for a broader group of people or situations. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയുടെ റിസൾട്ട് എത്രത്തോളം ഉപകാരപ്രദമാകും, ആളുകളിലേക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് ദ റിസൾട്ട് ക്യാൻ only be applied to a very narrow population or in a very specific situation, the result have poor generalizability. ഇപ്പോൾ ഒരു ചെറിയ സിറ്റുവേഷനിൽ മാത്രം അല്ലെങ്കിൽ ഒരു കുറച്ച് പോപ്പുലേഷന്റെ ഇടയിൽ മാത്രം ഈ ഒരു നമ്മുടെ കിട്ടിയ റിസൾട്ട് അപ്ലൈ ചെയ്താൽ അവിടെ ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത് വളരെ പുവർ ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. when a test is a valid one, its conclusion can be generalized in relation to the general population. സോ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. Question number 54. Which of the following is the example of duct glands? അപ്പോൾ ഇതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളിൽ മറ്റ് ടീച്ചേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇതിലൂടെ വന്നതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഡക്ട് ഗ്ലാൻസ്? ടിയർ ഗ്ലാൻസ്, സലൈവറി ഗ്ലാൻസ്, എലിമിനേഷൻ ഗ്ലാൻസ്, ഓൾ ഓഫ് ദ എബവ്. എന്താണ് ഡക്ട് ഗ്ലാൻസ് എന്നാണ്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. അപ്പോൾ ആ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നമുക്ക് എൻഡോക്രൈനും ഉണ്ട്, എക്സോക്രൈനും ഉണ്ട്. അപ്പൊ ഈ ഗ്ലാൻഡുകളിൽ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ്. അതാണ് ഡക്ട് ഗ്ലാൻസ് എന്ന് പറയപ്പെടുന്നത്. അതിന് ഡക്റ്റുകളുണ്ട്. ഡക്ട് ഗ്ലാൻസും ഉണ്ട്, ഡക്ട്ലെസ് ഗ്ലാൻസും ഉണ്ട്. ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ അത് നേരിട്ട് ഹോർമോൺസും മറ്റും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതാണ് ഡക്ട്ലെസ് എന്ന് പറയും. ഇവിടെ ഇതിന് ഡക്റ്റുകളുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയാം ടിയർ ഗ്ലാൻസ്.
സെക്കൻഡ് വൺ സലൈവറി ഗ്ലാൻസ്, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടിയർ ഗ്ലാൻസ് ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ എലിമിനേഷൻ ഗ്ലാൻസ്, ബോഡിയിൽ നിന്നും വേസ്റ്റും മറ്റുമൊക്കെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി, സ്വെറ്റും യൂറിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അപ്പോൾ എലിമിനേഷൻ ഗ്ലാൻസ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡക്റ്റ് ഗ്ലാൻസ് ആയിട്ട് പറയുന്നത് ഇത് മൂന്നും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. Next, question number 55. Which of the following hormones controls metabolic rate or the ability of the body to adjust to temperature changes? Which of the following hormones controls metabolic rate or the ability of the body to adjust to temperature changes? Option A, somatotropic. Option B, adrenocorticotropic. Option C, thyrotropic. Option D, vasopressin. ഇതിൽ ഓപ്ഷൻ സി ആണ്, തൈറോട്രോപ്പിക് ആണ്. അതായത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ തൈറോട്രോപ്പിക്, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ്. അപ്പോൾ തൈറോട്രോപ്പിക് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്നിവയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിൽ സൊമാറ്റോട്രോഫിക് വരുമ്പോഴത്തേക്ക് ഗ്രോത്ത് ഹോർമോൺ ആണ്, അഡ്രീനോ കോർട്ടിട്രോപ്പിക്, പിന്നെ ഉള്ളത് വാസോപ്രസിൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തൈറോട്രോഫിക്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 56. Which of the following refers to the environmental influence on a developing individual? Which of the following refers to the environmental influence on a developing individual? Option A, nature. Option B, nurture. Option C, evolution. Option D, none of the above. ഒരു വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഫാക്റ്റാണ് ഇതിൽ വരുന്നത്. എൻവയോൺമെന്റ് എങ്ങനെ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേക്ക് വരുമ്പോൾ നർച്ചറാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ നേച്ചർ, ഓപ്ഷൻ ബി നർച്ചർ, ഓപ്ഷൻ സി എവല്യൂഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി നർച്ചർ. നർച്ചറിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് എൻകറേജിങ്, നറിഷിംഗ് ആൻഡ് കെയറിംഗ് ഫോർ സം വൺ ഓർ സംതിങ്. നർച്ചറിങ് ഈസ് ദ ആക്ട് ഓഫ് എൻകറേജിങ്, നറിഷിംഗ് ആൻഡ് കെയറിംഗ് ഫോർ സം വൺ ഓർ സംതിങ്. നമുക്കിപ്പോൾ കുട്ടികളെ ആയാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? അവരെ എൻകറേജ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പ്രൊവൈഡിങ് എൻകറേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് ടു എ ഫോസ്റ്റർ ചൈൽഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നർച്ചറിങ്. അതായത് എൻകറേജ് ചെയ്യുകയാണ് ഒരു കുട്ടിയെ, അവനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനെ എൻകറേജ് ചെയ്ത് അവന് ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ നർച്ചറിങ് എന്നതുകൊണ്ട് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് നർച്ചർ ആണ്, ഓപ്ഷൻ ബി ആണ്. Question number 57. Developmental changes that occur across all stages of life is emphasized by option A, cognitive, option B, lifespan approach, option C, ecology, and option D is genetics. Developmental changes that occur across all stages of life. നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും എല്ലാ സ്റ്റേജിലും നമ്മളെ എന്ത് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഡെവലപ്മെന്റൽ ചേഞ്ചസിനെ, അതിനെ നമ്മൾ ലൈഫ് സ്പാൻ അപ്രോച്ച് എന്നാണ് പറയുന്നത്. ലൈഫ് സ്പാൻ അപ്രോച്ച്. അതിലെ ആ ഒരു 2-3 ടേംസ് കൂടെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൊഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മെന്റൽ പ്രോസസ് ഇൻവോൾവിങ് ഇൻ ഗെയിനിങ് നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ. നമ്മളെ തിങ്കിങ് ആണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോളജ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളതാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. എക്കോളജി എന്ന് പറഞ്ഞാൽ ഹൗ ഓർഗാനിസം ഇന്ററാക്ട് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദ ഫിസിക്കൽ എൻവയോൺമെന്റ്. എങ്ങനെയാണ് ജീവജാലങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതെന്നും അവയുടെ എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ ഇഴുകിച്ചേർന്ന് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എക്കോളജി. നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിരുന്നത് ജെനറ്റിക്സ് ആണ്. ബയോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജീനുകളെ കുറിച്ചുള്ള പഠനമാണ് ജെനറ്റിക്സ്. അതിൽ ജെനറ്റിക് വേരിയേഷനെ കുറിച്ചും ഹെറിഡിറ്റിയെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞായിരുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫുൾ പ്രോസസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. അതായത് ഒരു വ്യക്തിയുടെ
സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ളതാണ്. അതിലുള്ള പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഞാൻ ആ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഹോളിസ്റ്റിക് എന്നുള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൂർണ്ണമായിട്ടും ഒന്നിനെയും മാറ്റി നിർത്താതെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ് ഓൾ ഓഫ് ദ ഫിസിയോളജിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ദാറ്റ് പീപ്പിൾ ഗോ ത്രൂ. പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആ വ്യക്തിയുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്കിതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലൈഫ് സ്പാൻ അപ്രോച്ച് ആണ്. ഓപ്ഷൻ ബി, ലൈഫ് സ്പാൻ അപ്രോച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. സെൻസ് ഓർഗാൻസ് ഇൻ ദ മസിൽസ്, ടെൻഡൻസ് ആൻഡ് ജോയിൻസ് tell us about the position of our limbs and the state of tension in the muscles. They serve the sense called. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൈനസ്തസിസ്, ബി സിമുലേഷൻ, സി റിസപ്റ്റേഴ്സ് ആൻഡ് ഡി ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ 58ന്റെ ആൻസർ സെൻസ് ഓർഗൻസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. സെൻസ് ഓർഗൻസ് ഇൻ ദ മസിൽസ്, ടെൻഡൻസ് ആൻഡ് ജോയിൻസ് tell us about the position of our limbs and the state of tension in the muscles. അപ്പോൾ ഈ ഒരു സെൻസിന് നമ്മൾ പറയുന്നത് ഓപ്ഷൻ എ ആണ്, കൈനസ്തസിസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് ക്ലാസ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 59. Dash refers to the degree to which incoming information is processed so that it can be tied to or integrated with existing memories. Dash refers to the degree to which incoming information is processed so that it can be tied to or integrated with existing memories. ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്ന പെർസെപ്ഷൻ, ബി എലോബറേഷൻ, സി മീനിങ്, ഡി നൺ ഓഫ് ദ എബവ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെൻസറി എക്സ്പീരിയൻസ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് റെക്കഗ്നൈസിങ് എൻവയോൺമെന്റൽ സ്റ്റിമുലൈ ആൻഡ് ആക്ഷൻസ് ഇൻ റെസ്പോൺസ് ടു ദീസ് സ്റ്റിമുലൈ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്റ്റിമുലൈക്ക് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, ഓരോ ഓർഗാനിസവും റെസ്പോണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പെർസ്പെക്ച്വൽ പ്രോസസ്സിലെ നമുക്ക് ഇൻഫോർമേഷൻ നമ്മൾ ഗെയിൻ ചെയ്യുകയാണ് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും മറ്റും. ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അതില്ലെങ്കിൽ അത് നമ്മളെ സർവൈവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എലോബറേഷൻ എന്ന് പറയുമ്പോൾ ഈസ് എൻകോഡിങ് ദ ഒറിജിനൽ കണ്ടന്റ് ഇൻ എ ഡിഫറെന്റ് ബട്ട് റിലേറ്റഡ് വേ. ഇപ്പൊ രണ്ട് രീതിയിലുള്ള എലോബറേഷൻ ആണ് ഇതിൽ വരുന്നത്. വിഷ്വലും ഉണ്ട്, വെർബലും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കാഴ്ച കാണുന്നത് അല്ലെങ്കിൽ പറയുമ്പോൾ അത് കേൾക്കുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പൊ എലോബറേഷൻ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചില ടേംസുകൾ നമുക്ക് മനസ്സിലിരിക്കാതെ വരുമ്പോൾ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ കൗഷഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഇതിനെ നമ്മൾ രണ്ട് ടേംസ് ആയിട്ട് നമ്മൾ പശുവിനെ ഓർമ്മ വരുന്നു അല്ലെങ്കിൽ ഷെഡിനെ ഓർമ്മ വരുന്നു, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോ തികച്ചും ഇതുമായിട്ട് അല്ലെങ്കിൽ ഒരു വേർഡുമായിട്ട് റിലേഷനെ കാണാത്ത ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്ത് വെക്കും, ശേഖരിച്ചു വെക്കുന്നത്. അപ്പൊ ആ ഒരു ടേം പറയുമ്പോൾ തന്നെ നമുക്കത് ഓർമ്മ വരും. ഇപ്പൊ PSC ക്ലാസ്സുകളിൽ വളരെ ടിപ്സുകളൊക്കെ തരാറുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഈ പറയുന്ന എലോബറേഷൻ്റെ ഇതിലേക്ക് വരുന്നതാണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, എലോബറേഷൻ ആണ് ഇതിന്റെ ആൻസർ. So last question number 60. The observation that in memory experiments using a list of items to be remembered, items at the beginning and end of the list are remembered best is called. The observation that in memory experiments using a list of items to be remembered, items at the beginning and end of the list are remembered best is called. Option A, primary effect. Option B, recency effect. Option C, serial position effect. And option D is none of the above.
ഇവിടെ നമ്മൾ മെമ്മറി ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്കും മറ്റും എല്ലാം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് കുറേ ഒബ്ജക്റ്റുകൾ നമ്മൾ എടുത്തു വെക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ നെയിംസ് നമ്മൾ എഴുതുന്നു. അതായത് ഒരു മേശപ്പുറത്ത് കുറേ സാധനങ്ങൾ നമ്മൾ നിരത്തി വെക്കുന്നു, അതല്ലെങ്കിൽ കുറേ പേരുകൾ നമ്മൾ എഴുതുന്നു, കുറേ സാധനങ്ങളുടെ പേര് എഴുതുന്നു. അത് ചിലർക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യം വായിച്ച കുറേ പേരുകൾ നല്ല ഓർമ്മയുണ്ടാവും, ചിലർക്ക് ഏറ്റവും അവസാനം വായിച്ചതായിരിക്കും ഓർമ്മയുണ്ടാവുക, മറ്റു ചിലർക്ക് ഇതിൻ്റെ ഇടയിലുള്ളതായിരിക്കും ഓർമ്മ വരിക. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പ്രൈമറി എഫക്റ്റ്, ഇറ്റ് ഇസ് എ ടെൻഡൻസി ടു റിമെമ്പർ ദ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ വി എൻകൗണ്ടർ ബെറ്റർ ദാൻ ദ ഇൻഫർമേഷൻ പ്രസന്റഡ് ലേറ്റർ ഓൺ. ആദ്യം പറയുന്ന പേരുകൾ അല്ലെങ്കിൽ ആദ്യം കൊടുത്ത കുറേ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ മനസ്സിലുണ്ട്, പിന്നീട് അങ്ങോട്ടുള്ളതൊന്നുമില്ല. അതിനെയാണ് നമ്മൾ പ്രൈമറി എഫക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റീസൻസി എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയാസോ ഓർ ആർഗ്യുമെന്റ്സോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന സാധനങ്ങളുടെ ഇതായിക്കോട്ടെ, ലിസ്റ്റ് എഴുതിയായിക്കോട്ടെ, അതിൽ അവസാനം വരുന്നതാണ് നല്ല രീതിയിൽ ഓർമ്മയിരിക്കുന്നത്. ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർമ്മയിരിക്കുന്നു, അതിനെയാണ് നമ്മൾ റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കൊടുത്ത ലിസ്റ്റിലെ ആദ്യ പേരുകളും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കുന്നത് പ്രൈമറി എഫക്റ്റ്, അവസാനം പറഞ്ഞതെല്ലാം ഇരിക്കുന്നത് റീസൻസി എഫക്റ്റ് ആണ്. അപ്പൊ ആദ്യവും ഇല്ല അവസാനവും ഇല്ല, ഇതിന് ഇടയ്ക്കുള്ളത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സീരിയൽ പൊസിഷൻ എഫക്റ്റ്. സീരിയൽ പൊസിഷൻ എഫക്റ്റ്. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സോഷ്യോളജിക്കൽ റിലേറ്റഡ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് വിഷയങ്ങൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ മറ്റ് അധ്യാപകർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ താങ്ക് യു, ഗുഡ് ബൈ.